ഇസ്രയേൽ നടത്തിയ ടെഹ്റാൻ ആക്രമണവും അതിന് പിന്നാലെ ഇറാന്റെ ശക്തമായ തിരിച്ചടിയും പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ഇരുപക്ഷത്തിന്റെയും അവകാശവാദങ്ങൾ? ഇറാനെതിരെ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ കുറച്ചു ദിവസങ്ങളായി നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും ശക്തമായ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമിയും 2 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. പ്രധാനമായും ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. തലസ്ഥാനമായ ടെഹ്റാന് പുറമെ മറ്റു 12 ഇടങ്ങളിലും ശക്തമായ ആക്രമണമുണ്ടായി. ഇതിൽ നദാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണം ഇറാനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.